സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ആകത്തുക ഞാൻ ചുരുക്കി വളരെ വ്യക്തമായി അവ്യക്തതകളില്ലാതെ ആരൊക്കെ എന്നെ ഇഷ്ടപ്പെടും, ആരൊക്കെ ഓർക്കും, ഇത് രണ്ടും എനിക്ക് മാനദണ്ഡമല്ല. ദൈവം ഇഷ്ടപ്പെട്ടാൽ മതി. അതാണ് യഥാർത്ഥ ഇഷ്ടവും. മനുഷ്യരൊക്കെ ഇഷ്ടപ്പെട്ടു, തമ്മാടിയായാലും നല്ലൊരു മനുഷ്യരൊക്കെ വെറുത്തു, എന്നാലും എന്താ കുഴപ്പം? അതിനൊരു വിരോധമില്ല. ദൈവം വെറുക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാൾ വലിയൊരു ഇഷ്ടമോ അള്ളാഹുവിന്റെ വെറുപ്പിനേക്കാൾ വലിയൊരു വെറുപ്പമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറകളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മനുഷ്യരും ആരാധിക്കുന്നതിൽ നിന്ന് അവരെയൊക്കെ സൃഷ്ടിച്ച ഏകനായ ദൈവം ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഈ സത്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും അതോടൊപ്പം 10-15 മിനിറ്റ് നമസ്കാരത്തിന് വേണ്ടി പിരിയുകയും ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ വന്നു നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും അവനോട് മാത്രമുള്ള പ്രാർത്ഥനയും ആകട്ടെ ഇനിയുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും തൊട്ടടുത്ത ജുമാ മസ്ജിദിലേക്ക് പോയെങ്കിലും അവിടെ നമുക്ക് നമസ്കരിക്കാനുള്ള അനുമതി നൽകാത്തതിനാൽ ഈ സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിലേക്ക് നമ്മൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയാണ്. തയമം ചെയ്തുകൊണ്ട് നമുക്ക് നമസ്കരിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കാം. നമ്മൾ ഷീറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള ഗ്രൗണ്ടിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നു. മഗ്‌രിബ് നമസ്കാരം നിർവഹിക്കുവാൻ എല്ലാവരും ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിലേക്ക് ചെല്ലുവാൻ അഭ്യർത്ഥിക്കുന്നു. തൊട്ടടുത്ത ജുമാ മസ്ജിദിൽ നമുക്ക് അനുമതി നൽകാത്തതിനാൽ ഈ പരിപാടികളും ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഇസ്ലാഹി സുഹൃത്തുക്കളും അനുഭാവികളും ഇനി ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രശ്നത്തിനോ മറ്റും മുതിരേണ്ടതില്ല. ഇവിടുത്തെ നാട്ടുകാരും അറിയുക, ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായ കെ സിദ്ദീഖ് സാഹിബ് ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. എന്നിട്ട് പോലും ഒരു മുസ്ലിം എന്ന ഇതിൽ അറിയുന്ന നമുക്ക് ഇവിടെ ഇപ്പൊ നമസ്കരിക്കാൻ സൗകര്യം ലഭിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയാണ് എല്ലാവരും അങ്ങോട്ട് വരിക. ആ പള്ളിയുടെ മുൻവശത്ത് നിന്ന് എല്ലാവരും പിരിഞ്ഞു പോരുക.